കടലിന്റെ ആഴങ്ങളിൽ വെറും 30 ഇഞ്ച് മാത്രം വീതിയുള്ള ഇരുളടഞ്ഞ ഒരു പൈപ്പിനുള്ളിൽ നിങ്ങൾ കുടുങ്ങിപ്പോയായി സങ്കല്പിച്ചു നോക്കൂ. ചുറ്റും കട്ടിയുള്ള ക്രൂഡ് ഓയിൽ, ശ്വസിക്കാൻ വായു പോലുമില്ലാത്ത ഒരു അവസ്ഥ. ഇതൊരു സിനിമയല്ല, 2022 ലോകത്തെ നടുക്കിയ പരിയ ഡൈവിംഗ് ദുരന്തം എന്ന യാഥാർത്ഥ്യമാണ്. 5 മനുഷ്യർ മരണത്തോടും സമയത്തോടും മല്ലിട്ട ആ ഭീകര നിമിഷങ്ങൾ അവരുടെ തന്നെ ഗോപ്രോ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 2022 ഫെബ്രുവരി 25 ആ ദാരുണമായ സംഭവം. ട്രിനിഡാഡിലെ പോയിന്റ് റിപ്പിയറ എന്ന തീരപ്രദേശത്ത് LMMCയുടെ കമ്പനിയായ 5 വിദഗ്ധ ഡൈവർമാരായ ഫൈസർ കുർബാൻ, കാസിം അലി, ഋഷി നാഗസോർ, യൂസഫ് ഹെൻറി, ക്രിസ്റ്റഫർ ബുദ്രം എന്നിവർ പതിവ് അറ്റകുറ്റപ്പണികൾക്കായി കടലിനടിയിലേക്ക് ഇറങ്ങി. പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള 1200 അടി നീളമുള്ള ഒരു പൈപ്പ് ലൈനിലായിരുന്നു അവർക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നത്. കടൽ വെള്ളം ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹൈപ്പർബാരിക് ഹാബിറ്റാറ്റ് എന്ന ചേംബറിനുള്ളിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ സാധാരണയായി വെള്ളത്തിനടിയിൽ ഒരു ഗ്ലാസ് തലകീഴായി വെച്ചാൽ ഉള്ളിലെ വായു കാരണം വെള്ളം കയറില്ലല്ലോ. അതേ മെക്കാനിസമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ജോലിക്കിടയിൽ പൈപ്പിനുള്ളിലെ ഒരു റബ്ബർ പ്ലഗ് നീക്കം ചെയ്യേണ്ടി വന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. പൈപ്പിനുള്ളിലെ വായുവും പുറത്തെ വെള്ളവും തമ്മിലുള്ള വലിയ പ്രഷർ വ്യത്യാസം അവർ അറിഞ്ഞിരുന്നില്ല. പ്ലഗ് ലൂസാക്കിയ ആ നിമിഷം തന്നെ അതിശക്തമായ ഒരു ചൊയ് രൂപപ്പെടുകയും ആ 5 പേരെയും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഇടുങ്ങിയ പൈപ്പിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. നിമിഷ നേരം കൊണ്ട് എല്ലാം പിച്ച് ബ്ലാക്ക് ആയി മാറി. ഗോപ്രോയിൽ പതിഞ്ഞ അവരുടെ നിലവിളികൾ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. പൈപ്പിന്റെ വളവുകളിൽ എവിടെയോ കുടുങ്ങിയ അവർ പരസ്പരം പേരുകൾ വിളിച്ച് എല്ലാവർക്കും ജീവനുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾക്ക് നീണ്ട നരകയാതനയായിരുന്നു പിന്നീട് അവർ അനുഭവിച്ചത്. കണ്ണിലും മൂക്കിലും ക്രൂഡ് ഓയിൽ കയറി ശ്വാസം മുട്ടുന്ന അവസ്ഥ. ക്രിസ്റ്റഫർ ബുദ്രം എന്ന ഡ്രൈവർ മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു. എന്നാൽ പൈപ്പിനുള്ളിലെ ജലനിരപ്പ് ഉയർന്നത് അവർക്ക് വലിയ ഭീഷണിയായി മാറി. ഒടുവിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ സഹായം തേടി താൻ തന്നെ മുന്നോട്ട് നീങ്ങാൻ ക്രിസ്റ്റഫർ തീരുമാനിച്ചു. പൈപ്പിനുള്ളിലെ ഓയിലും വെള്ളവും വകഞ്ഞുമാറ്റി കഷ്ടിച്ച് കിട്ടിയ ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. പലപ്പോഴും ശ്വാസം കിട്ടാതെ മരണം മുന്നിൽ കണ്ടെങ്കിലും അതിസാഹസികമായി അദ്ദേഹം പൈപ്പിന്റെ മറ്റേ അറ്റത്ത് എത്തിച്ചേർന്നു. ക്രിസ്റ്റഫർ പുറത്തെത്തി വിവരം അറിയിച്ചെങ്കിലും കമ്പനി അധികൃതർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പൈപ്പിനുള്ളിൽ ആരും ജീവനോടെ ഉണ്ടാകില്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ പൈപ്പിൽ തട്ടുമ്പോൾ ഉള്ളിൽ നിന്നും മറുപടിയായി തട്ടലുകൾ കേട്ടിരുന്നുവെങ്കിലും ആരെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ അധികൃതർ സമ്മതിച്ചില്ല. നിയമങ്ങളും സാങ്കേതികതയും പറഞ്ഞ് അവർ സമയം കളഞ്ഞു. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ 4 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ 3 പേർ 1 ദിവസം കഴിഞ്ഞും ഒരാൾ 3 ദിവസം കഴിഞ്ഞുമാണ് മരിച്ചത്. കൃത്യസമയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ രക്ഷിക്കാമായിരുന്നു എന്ന സത്യം ലോകത്തെ നടുക്കി. അധികൃതരുടെ അനാസ്ഥ ഒരു വലിയ ദുരന്തമായി മാറിയ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.